ഹലോ വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. നമ്മളിന്ന് എക്കണോമിക്സിൽ ഇന്റർനാഷണൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തിയറിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ആൻഡ് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള GRF ട്രാക്ക് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫിൽ ചെയ്യേണ്ട നമ്മുടെ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഡിസംബറിലേക്കുള്ള പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നവർ ആ ഒരു ലിങ്ക് പെട്ടെന്ന് തന്നെ ഫിൽ ചെയ്ത് നമ്മുടെ ട്രാക്ക് ബാച്ചിലേക്കുള്ള നിങ്ങളുടെ അഡ്മിഷൻ പെട്ടെന്ന് തന്നെ ഉറപ്പാക്കുക. ദെൻ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇംബിസറൈസിങ് ഗ്രോത്ത് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. It was developed by Jagdish Bhagwati in the context of international trade. Imbicerizing growth എന്നുള്ള കോൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നത്? ജഗദീഷ് ഭഗവതി ആണ് കൊണ്ടുവന്നത്. He's a Indian born American economist. Okay, Indian born ആണ്. Okay, then imbecerizing growth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? What is the definition? It occurs. Imbecerizing growth എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇക്കണോമിക് ഗ്രോത്ത് എന്തിന് കാരണമാവുമ്പോൾ ആ രാജ്യത്തിന്റെ വെൽഫെയറിന്, നേഷന്റെ ഓവറോൾ വെൽഫെയറിൽ ഒരു ഡിക്ലൈനിന് കാരണമാകുന്നു. ആക്ച്വലി രാജ്യത്ത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി, പക്ഷേ ആ നേഷന്റെ വെൽഫെയർ എന്ത് ചെയ്തു? ഡിക്ലൈൻ ചെയ്യുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇംബിസറൈസിങ് ഗ്രോത്ത് എന്ന് പറയാം. ദിസ് ഇസ് ഡ്യൂ ടു എ സിഗ്നിഫിക്കന്റ് ഡിറ്റീരിയോറേഷൻ ഇൻ ദ ടേംസ് ഓഫ് ട്രേഡ്. ആ രാജ്യത്തിന്റെ ടേംസ് ഓഫ് ട്രേഡിലെ ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ വി ക്യാൻ സീ ടു ഇഫക്ട്സ്. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇംബിസറൈസിങ് ഗ്രോത്ത് ഉണ്ടാവുന്നത്? രണ്ട് കാര്യങ്ങളാണ്. വെൽത്ത് ഇഫക്റ്റ് ഉണ്ടാവുന്നു, ടേംസ് ഓഫ് ട്രേഡ് ഇഫക്റ്റും ഉണ്ടാവുന്നു. അതിന്റെ രണ്ടിന്റെയും കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? വെൽഫെയറിൽ ഒരു നെറ്റ് ഡിക്ലൈൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടായി, ലൈക്ക് ഒരു ടെക്നിക്കൽ പ്രോഗ്രസ്സും ഉണ്ട്. എന്ത് സംഭവിച്ചു? ഔട്ട്പുട്ട് ഇൻക്രീസ് ഉണ്ടായി ഒരു രാജ്യത്ത്. ഓക്കെ, സോ ദിസ് ലീഡ്സ് ടു ഹയർ പൊട്ടൻഷ്യൽ കൺസംഷൻ. ആ രാജ്യത്ത് എന്തുണ്ടാവും? കൺസംഷൻ കൂടും, വെൽഫെയറും കൂടേണ്ടതാണ്. ഓക്കെ, അതാണ് വെൽത്ത് ഇഫക്റ്റ്. പക്ഷേ ഇന്റർനാഷണൽ ട്രേഡ്, അതായത് ട്രേഡ് ഉള്ള ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഗ്രോത്ത് എന്തിനു കൂടെ കാരണമാവും? എക്സ്പോർട്ട് കൂടാൻ കൂടെ കാരണമാവും. ഓക്കെ, അതായത് ആ രാജ്യത്തെ എന്ത് സംഭവിച്ചു? ഔട്ട്പുട്ട് കൂടി. ആ ഔട്ട്പുട്ട് കൂടുമ്പോൾ അവിടുത്തെ എക്സ്പോർട്ടും കൂടി. പക്ഷേ ആ ഒരു എക്സ്പോർട്ട് കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? അവിടുത്തെ ടേംസ് ഓഫ് ട്രേഡ് എന്ത് സംഭവിക്കും? അതായത് എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അത് ടേംസ് ഓഫ് ട്രേഡിലെ ഡെറ്റീരിയോറേഷൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? എക്സ്പോർട്ട് പ്രൈസ് ഫോൾ ചെയ്യുകയും, അതായത് എക്സ്പോർട്ട് കൂടുമ്പോൾ എക്സ്പോർട്ട് പ്രൈസ് ഫോൾ ചെയ്യുകയും, ഇമ്പോർട്ട് റിലേറ്റീവ് പ്രൈസ് അവിടെ ഫോൾ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ് എന്തെന്ന് പറഞ്ഞത്? ഇംബിസറൈസിങ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് നെറ്റ് ഡിക്ലൈൻ ഇൻ വെൽഫെയർ ഉണ്ടാവും എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇത് നേഷൻ 1ന്റെ ഗ്രാഫാണ്. ഓക്കെ, നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിലെ തിയറീസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ നേഷൻ 1, നേഷൻ 2 അസംഷൻ എടുക്കും. നേഷൻ 1 എന്താണ്? നേഷൻ 1 എക്സിൽ സ്പെഷ്യലൈസ്ഡ് ആണ്, നേഷൻ 2 വൈയിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അതായത് നേഷൻ 1ന്റെ എക്സ്പോർട്ട് കോമോഡിറ്റി ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതായിരുന്നു ആദ്യം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി. പക്ഷേ എക്സ് എന്ന ഗുഡിന്റെ കേസിൽ മാത്രം ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി. അപ്പൊ ഇവിടുത്തെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്തു. സോ വാട്ട് വിൽ ഹാപ്പൻ? അപ്പോൾ വെൽത്ത് ഇഫക്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചേനെ? ഈ നേഷൻ 1ന്റെ കാര്യത്തിൽ വെൽഫെയർ ഇൻക്രീസ് മാത്രം സംഭവിച്ചേനെ. പക്ഷേ ഇവിടെ നമുക്കറിയാം, നേരത്തെ റിലേറ്റീവ് പ്രൈസ് 1 ആയിരുന്നത് റിലേറ്റീവ് പ്രൈസ് ഇവിടെ കുറഞ്ഞു. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻഡ്? ഇവിടെ നേരത്തെ ഇൻഡിഫറൻസ് കർവ്, ഒരു ഹയർ ഇൻഡിഫറൻസ് കർവില് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന നേഷൻ 1 ആണ്. ഈ ഒരു ഷിഫ്റ്റ് വന്നതോടുകൂടി അവരുടെ
കൺസംഷൻ പോയിന്റും ഷിഫ്റ്റ് ചെയ്തു, ഒരു ലോവർ ഇൻഡിഫറൻസ് കർവിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ലോവർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ യൂട്ടിലിറ്റി, സോ ലെസ് വെൽഫെയർ. ഓക്കെ, ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ്, ഗ്രാഫിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. ആക്ച്വലി ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇമിസറൈസിങ് ഗ്രോത്തിന് കാരണമാവുന്ന കാര്യങ്ങളാണ്, റീസൺസ് ആണ് പറയുന്നത്. ഒന്ന്, ഗ്രോത്ത് ടെൻസ് ടു ഇൻക്രീസ് സബ്സ്റ്റാൻഷ്യലി, നേഷൻ വൺസ് എക്സ്പോർട്ട് അറ്റ് കോൺസ്റ്റന്റ് ടേംസ് ഓഫ് ട്രേഡ്. അതായത് നേഷൻ വണ്ണിന്റെ എക്സ്പോർട്സിനെ എന്ത് ചെയ്യണം, ഈ ഗ്രോത്ത് നേഷൻ വണ്ണിന്റെ എക്സ്പോർട്സിനെ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വൺ, നേഷൻ വൺ എന്താവണം, അതായത് ആ എക്സ്പോർട്ട് എക്സ്പാൻഡ് ചെയ്യാൻ മാത്രം ലാർജ് ആയിരിക്കണം ആ നേഷൻ വൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് നേഷൻ ടു, അതായത് ബാക്കി നേഷൻ വൺ അല്ല, നേഷൻ ടുവിന്റെ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇൻകം ഇലാസ്റ്റിസിറ്റി ഫോർ നേഷൻ വൺസ് എക്സ്പോർട്ട്. നേഷൻ വണ്ണിൽ നിന്നും എക്സ്പോർട്ട് അതായത് നമ്മുടെ എക്സ്പോർട്ട് കൂടണമെങ്കിൽ അവരുടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ലോ ആയിരിക്കണം. Okay, then so that nation one's terms of trade will deteriorate substantially, and nation one is so heavily dependent on trade. നേഷൻ വൺ എന്തായിരിക്കണം, ട്രേഡിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അതായത് ട്രേഡിൽ നിന്നും ഈ പറയുന്ന ഡിറ്റീരിയോറേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വെൽഫെയറിന് അഫക്ട് ചെയ്യാൻ പാകത്തിൽ എന്തായിരിക്കണം, നേഷൻ വൺ ട്രേഡിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുണ്ടെങ്കിലും മാത്രമേ ഈ ഒരു ഇമിസറൈസിങ് ഗ്രോത്ത് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇതിന്റെ ഇമിസറൈസിങ് ഗ്രോത്തിൽ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ കേസ് ഓഫ് ഇമിസറൈസിങ് ഗ്രോത്ത് സ്റ്റേറ്റ്? എന്താണ്? Growth in richer nations would actually be self-defeating. Growth in poorer nations would actually be self-defeating. Growth in poorer nations would actually be self-promoting. Growth in richer nations would actually be self-promoting. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് സെൽഫ് ഡിഫീറ്റിംഗ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവരുടെ വെൽഫെയറിനെ കുറയ്ക്കും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് പുവറർ നേഷൻസിന്റെ കാര്യവും കൂടിയാണ് പറയുന്നത്. അവിടെ നമ്മൾ ലാർജർ എന്നൊരു അസംഷൻ പറഞ്ഞു എങ്കിൽ പോലും അവിടെ എന്താണ്, ജസ്റ്റ് എന്തിന് ലാർജ് ആയിരിക്കണം, എക്സ്പോർട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പക്ഷെ എങ്കിൽ പോലും അത് എന്താണ്, പുവറർ നേഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does immiserizing growth argued? What does immiserizing growth argued? Export biased growth by poor nations would worsen their terms of trade so much that they would be worse off than if they had not grown at all. Okay. Then export biased growth by rich nations would worsen their terms of trade. Rich nations ന്റെ കാര്യമല്ല പറയുന്നത്, poor നേഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. എക്സ്പോർട്ട് ബയസ്ഡ് ഗ്രോത്തിന്റെ കാര്യമാണ്, ഇമ്പോർട്ട് ബയസ്ഡ് ഗ്രോത്തിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. അതായത് പോർ നേഷൻസ് അവരുടെ ഗ്രോത്തിനെ എക്സ്പോർട്ട് ബയസ്ഡ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, അവരുടെ ടേംസ് ഓഫ് ട്രേഡിനെ അത് ഡിറ്റീരിയോറേറ്റ് ചെയ്യിക്കും. സോ മച്ച്, എത്രത്തോളം, അതായത് അവര് ആ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എത്ര വേഴ്സ് ആയിട്ടാണോ ഇരിക്കുക അതിനേക്കാളും വേഴ്സ് ആയിട്ട് എന്ത് മാറും, ഈ ഒരു എക്സ്പോർട്ട് ബയസ്ഡ് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ മാറും എന്നുള്ളതാണ് ആര് പറയുന്നത്, ഇമ്മിസറൈസിങ് ഗ്രോത്തിലൂടെ പറയുന്നത്. ഓക്കെ, ഇമ്മിസറൈസിങ് ഗ്രോത്ത് ഇസ് എ ടേം ഗിവൺ ബൈ ആരാ കൊണ്ടുവന്നത്, നമ്മൾ പറഞ്ഞു ജഗദീഷ് ഭഗവതിയാണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് എന്ന് പറഞ്ഞ തിയറി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു തിയറിയാണ്, കുറച്ച് കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്, നമ്മളുടെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് ഉണ്ട്. നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നമ്മുടെ ടീമിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.